ണ്ട് ആൾക്കാരത് സ്വീകരിക്കുന്ന എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇതുപോലെ നടന്ന സംഭവങ്ങളുണ്ടോ? പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെ നടന്നത്. ഇപ്പം ഞങ്ങൾ പറയും, ഞാൻ ലിജോ മോളായിട്ടുള്ള ഒരു ഗേൾസ് ബോണ്ട് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഗേൾസ്, നമ്മളിപ്പം കുറേ സിനിമകളിൽ ഗേൾസിന്റെ ലൈഫ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഗേൾസിന്റെ ഇന്റിമേറ്റ് ടോക്സ് ഉണ്ട്. വോയിസ് സംസാരിക്കുന്ന പോലെ തന്നെ ഗോസിപ്സ് അല്ല, നമ്മളുടെ വളരെ ഇന്റിമേറ്റ് ഗേൾസ് ടോക്ക്. അപ്പം അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അത് ഗേൾസിനും അതേപോലെ തന്നെ ബോയ്സിനും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത്. ആൾക്കാർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഹെൽത്തി അല്ലാത്ത ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ള കാര്യങ്ങളടക്കം ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ അതും തീർച്ചയായിട്ടും ആൾക്കാരിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പം പ്രത്യേകിച്ചും വളരെ അധികം റിലവൻ്റ് ആണ്. അത്ര ഹെൽത്തി അല്ലാത്ത ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പിള്ളേരെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് കുറച്ചുകൂടെ നന്നായിട്ട് ഇതിനകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് കംപ്ലീറ്റ്ലി. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ, അതായത് ഒരു ഫാമിലിയിൽ നടക്കുന്ന, ഇപ്പം അച്ഛനമ്മമാരുടെ ഇടയിലാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ബോയ്സ് ഫ്രണ്ട് സർക്കിളും ഗേൾസ് ഫ്രണ്ട് സർക്കിളും എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പം മാരീഡ് ആയിട്ടുള്ള കപ്പിളിൻ്റെ ഇടയിൽ അത് ഫ്രിക്ഷനിലേക്കും പോകാൻ ഒരു ബാലൻസിങ് ആണല്ലോ. അപ്പൊ ആ ബാലൻസിങ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ട് സൈഡും ഇതിൽ കാണിച്ചു. തിയേറ്ററിൽ എന്തായാലും ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇവർക്ക് കുറെ കൂടി അടുത്ത് എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? അതുണ്ട്. അതെങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹിറ്റാകേണ്ട സിനിമ തന്നെയാണിത്. തുടർന്ന് ഈ പറഞ്ഞ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞാൽ പറഞ്ഞത് ചില സിനിമകൾ എന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. ഒരു കുടുംബ പ്രഷർ, സ്ത്രീകൾ, അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു സിനിമ എന്നുള്ളതിൽ വളരെയധികം സംഭാവന നൽകുന്ന ഒരു സിനിമയാണ്. വളരെ, അതായത് ഇപ്പം നമ്മൾ പല തിയേറ്ററിൽ ചെന്നപ്പോൾ എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടെയാണ് ഗംഭീര പടം, നല്ല പടം എന്ന് പറയുന്നത്. ഈ മലയാള സിനിമയിൽ ഇപ്പൊ നന്നായി മലയാള സിനിമ നടക്കണമെങ്കിൽ ജോണി ആന്റണി അതിലുണ്ടാവണം എന്നുള്ള രീതിക്ക് മാറി തുടങ്ങി അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാത്തിലും ഞാൻ ചെയ്തതാണ്. പക്ഷേ ഈ സിനിമ ഞാൻ വളരെ ഗ്യാരൻറ്റിയോട് പറഞ്ഞു, ധൈര്യമായി ഫാമിലി കാണാവുന്ന സിനിമയാണ്, കാണേണ്ട സിനിമയാണ്, കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. നമുക്ക് കാണാൻ പറ്റും ഇവരൊക്കെ എവിടെയോ നമ്മുടെ അടുത്തില്ലേ എന്നുള്ള കഥാപാത്രങ്ങളെ അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഉള്ളൊരു സിനിമയാണ്. ഇതൊരു ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, എന്നാലും ഞാൻ പറയണം, 100% ഞാൻ പറയുന്നത് എൻ്റെ കുടുംബ പ്രേക്ഷകരോട് ഞാൻ പറയും, ധൈര്യമായിട്ട് പോയി കാണും, കുടുംബമായിട്ട് തന്നെ കാണും. നടന്ന സംഭവം ഉറപ്പായിട്ടും തിയേറ്റർ ഞാൻ പറയല്ലേ, അതെ ഞാൻ പറയാം. ഇപ്പം എൻ്റെ കഥാപാത്രങ്ങൾ അല്പം വന്ന മൊത്തത്തിൽ സിറ്റുവേഷൻ ഒരുപാട് തമാശകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് കാണാം. ഉറപ്പായിട്ടും ഇത് കൊണ്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല, ആർക്കും മനസ്സിലാവും. ഈ സാധനല്ലേ സിനിമക്ക് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു റെസ്പോൺസ് അറിയാൻ പറ്റും. പക്ഷേ കമന്റ്സിലോ അല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ പറ്റുക. പക്ഷെ കുറെ കൂടി ഈ സിനിമ കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ അവരുടെ എന്താണ് ഫീൽ ചെയ്യുന്നത് നേരിട്ടിറങ്ങുന്ന ഒരു വ്യത്യാസമുണ്ട് അല്ലേ? നമുക്കറിയാം, ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് നമുക്ക് എന്തായാലും നമ്മളാണൊരു അവർക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളോട് എങ്ങനെ പറയും എന്നുള്ള സംഭവം ഇതാണ്. ഇറങ്ങി വന്നിട്ട് ഉഗ്രപ്പെടാം എന്ന് പറയും. മറ്റേതിങ്ങനെ വിഷമിച്ചിട്ട് അവർ ഓക്കെയാണ് എന്ന് പറയും. ഇത് വളരെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത്. കാരണം അതുപോലെ എഫർട്ട് എടുത്തിരുന്നതിൻ്റെ സംവിധായകനും നിർമ്മാതാവും ഈ പറയുന്ന ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്ത് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അത് അർഹിക്കുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. തീർച്ചയായിട്ടും നന്നാവും. ഒരുപാട് ആളാണ്. സോ ഇന്ന് ശരിക്കും തിയേറ്റർ അതെ അവസ്ഥമായിട്ടിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ് നടന്നു. അല്ല, ആ ഒരു ധൈര്യത്തിൽ ഞാൻ വരുന്നത്. നല്ല 10 പേരുള്ള ഞാൻ വരും. അപ്പൊ നിറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് തീർച്ചയായിട്ടും